അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരായ നാം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ശീർഷകത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ദീനിൻ്റെ ഭാഗമായി ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങൾ, നമസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ ശരീരം കൊണ്ടുള്ള, സമ്പത്ത് കൊണ്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ, സമ്പത്ത് ചിലവഴിച്ചുകൊണ്ടുള്ളവ, സക്കാത്ത്, ദാനധർമ്മങ്ങൾ പോലെയുള്ള മറ്റു പരസ്പര സഹായം പോലെയുള്ളവ, അതേപോലെ തന്നെ ഒരുപാട് സമയം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നാം ചെലവഴിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുന്നവരാണ് നാം. ഈ കർമ്മങ്ങളൊക്കെയും അള്ളാഹു സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്ന ഒരു പരിശോധന നാം നടത്തിയിട്ടുണ്ടോ? അള്ളാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി അവനോട് ചെയ്യുന്നതാണല്ലോ, അവന് വേണ്ടി ഉള്ളതാണല്ലോ ഇബാദത്ത്. അവൻ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് യോഗ്യമാണോ നമ്മുടെ കർമ്മങ്ങൾ? അതിന് വേണ്ട ഗുണമേന്മ നമ്മുടെ കർമ്മങ്ങൾക്കുണ്ടോ? ഇതൊക്കെ നാം പരിശോധിക്കണം. കാരണം വെറുതെ ചെയ്യുന്ന ഒരു കർമ്മമല്ലല്ലോ ഇബാദത്ത്. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പരലോകത്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ചില ആളുകളുടെ കർമ്മങ്ങളെപ്പറ്റി പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത് നാം ഒന്ന് ശ്രദ്ധിക്കുക. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ, അവർ ചെയ്തു കൂട്ടിയ അമലുകളുമായി നാം ഒന്ന് സമീപിച്ചു, അതിനോട് നാം ഒന്ന് അടുത്തു ചെന്നു. ഫജഅൽനാഹു ഹബാഅം മൻസൂറ, അപ്പോൾ നാം അതിനെ പറന്ന് കളിക്കുന്ന, ചിതറിപ്പറക്കുന്ന ധൂളികളാക്കി മാറ്റി. അതിനെ ഒരു വിലയും കൊടുക്കാൻ പറ്റാത്ത, കാറ്റിൽ പറന്നു പോകുന്ന ധൂളികളെപ്പോലെയാക്കി അവരുടെ കർമ്മങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇതിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങൾ രക്ഷപ്പെടണം, നാം രക്ഷപ്പെടണം. ഫഹബിതത് അമാലുഹും, അവരുടെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞുപോയി, നഷ്ടപ്പെട്ടുപോയി, എല്ലാം തകർന്നടിഞ്ഞുപോയി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നൻ. വസ്ന് എന്ന് പറഞ്ഞാൽ ഒരു തൂക്കത്തിൻ്റെ ഏറ്റവും ചെറിയ മാത്ര, ഏറ്റവും ചെറിയ അളവ്, അത്ര പോലും മൂല്യം കൽപ്പിക്കുവാൻ അവരുടെ കർമ്മങ്ങൾക്ക് ഞാൻ ഒന്നും കണ്ടില്ല. ഫലാ നുഖീമു, നാം അതിന് മൂല്യം കൽപ്പിക്കുന്നില്ല. യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ, വസ്ന, ഒരു വസ്ന് പോലും, ഒരു മാത്ര തൂക്കം പോലും അതിന് നാം വില കാണുന്നില്ല എന്ന് പറയുന്ന കർമ്മങ്ങളുണ്ട്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, അവരൊക്കെ വിചാരിക്കുന്നത് ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് എന്നാണ്, സ്വീകരിക്കപ്പെടുന്ന വിഷയമാണ് ഇതൊക്കെയാണ് നല്ല കാര്യം എന്നാണ് അവർ വിചാരിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ, പ്രവർത്തനങ്ങളൊക്കെ, അമലുകളൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ അവിടെ എത്തിയാൽ അത് നമുക്ക് പരിഗണിക്കാൻ മാത്രം, നമ്മെ പരിഗണിക്കുവാൻ ഉണ്ടാവുകയില്ല, നമ്മെ സഹായിക്കാൻ അമലുണ്ടാവുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കഥ, 2 ആദം സന്തതികളുടെ കഥയാണത്.
നമുക്ക് ഗുണപാഠമായി, അമല് ചെയ്യുന്നവർക്ക് ഗുണപാഠമായിട്ട് അള്ളാഹു അവതരിപ്പിക്കുകയാണ് ആ കഥ. വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയിൽ ആ കാര്യം സൂചിപ്പിക്കുന്നു. സൂറത്തുൽ മാഇദ 27-ാമത്തെ വചനം, വസ്ലു അലൈഹിം നബ ഇബ്നൈ ആദം, അവർക്ക് നീ ഓതി കേൾപ്പിച്ചു കൊടുക്ക്, വിവരിച്ചു കൊടുക്ക് ആദം മക്കളിൽ 2 മക്കളുടെ കാര്യം. ബിൽ ഹഖ്, സത്യമായി യാഥാർത്ഥ്യമായ ആ കഥ. ഇത് ഖർറബ ഖുർബാനൻ, അവർ 2 പേരും ഓരോ ഖുർബാൻ അർപ്പിച്ചു, ബലിയർപ്പിച്ചു. അള്ളാഹുവിനുള്ള ബലി അവർ നൽകി. ഫതുഖുബ്ബില മിൻ അഹദിഹിമ, അവരിൽ ഒരുത്തൻ്റേത് അള്ളാഹു സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖരി, മറ്റേയാളുടേത് അള്ളാഹു സ്വീകരിച്ചില്ല. നോക്കണം, 2 പേരും ബലി നൽകിയിട്ട് ഒരാളുടേത് സ്വീകരിക്കുന്നു, ഒരാളുടേത് തിരസ്കരിക്കുന്നു. ആ തിരസ്കരിച്ചവന് സ്വീകരിച്ചവനോടുള്ള പകയും അസൂയയും വർദ്ധിച്ചു. അവസാനം അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയും, ലഅഖ്തുലന്നക, നിന്നെ ഞാൻ കൊന്നുകളയും എന്നവൻ പ്രഖ്യാപിച്ചു. ഇന്നമാ യതഖബ്ബലുല്ലാഹു, അപ്പോൾ ആ സഹോദരൻ കാല, ആ മറ്റേ സ്വീകരിച്ച സഹോദരൻ പറയാൻ കാല, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നവരുടേതാണ് അള്ളാഹു സ്വീകരിക്കുക. നമ്മിൽ പകവച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ദോഷബാധയെ, നമ്മുടെ കർമ്മങ്ങളിൽ ദോഷം ബാധിക്കുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ ഖബൂലിയത്തിന് അർഹമല്ലാത്തത് എന്തെങ്കിലും അതിൽ വന്നു ചേരുന്നുണ്ടോ എന്ന് അതിസൂക്ഷ്മമായ പരിശോധന നടത്തിക്കൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടെ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ആത്മാർത്ഥമായി ഇഖ്ലാസായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക. അത്തരം കർമ്മങ്ങളാണോ നമ്മിൽ നിന്നുണ്ടാകുന്നത്, ദോഷബാധയെ സൂക്ഷിക്കുന്ന കർമ്മങ്ങളാണോ നമ്മിൽ നിന്നുണ്ടാകുന്നത് എന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, 4ാം ഖലീഫ, റസൂലിൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട സഹാബി, ഒരുപാട് ദീനിന് സഹായം നൽകിയ, റസൂലുള്ളാഹിക്ക് സഹായം നൽകിയ സഹാബിയാണ് അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഉപദേശിക്കുകയാണ്, കൂനു ലി ഖബൂലിൽ അമൽ, അമൽ ഖബൂലാക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. അശദ്ദ ഇഹ്തിമാമൻ, ശക്തമായ ശ്രദ്ധ കൊടുക്കേണ്ടത് അത് ഖബൂലാകുന്നുണ്ടോ, അമൽ ഖബൂലാകുന്ന അമലാണോ എന്നതിലേക്കാണ്. മിൻ അമലിൻ, ഓരോ അമലുകളും. അലം തസ്മഊ, നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ കേട്ടില്ലേ അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ദോഷബാധയെ സൂക്ഷിക്കുന്നവരിൽ നിന്നാണ് അള്ളാഹു അത് സ്വീകരിക്കുക എന്ന് നിങ്ങൾ കേട്ടില്ലേ. അതുകൊണ്ട് ഖബൂലാകുന്നുണ്ടോ, ഖബൂലാകാൻ പറ്റിയ, അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മമാകുന്നുണ്ടോ എന്ന് ശക്തമായ ശ്രദ്ധ നിങ്ങൾ കാണിക്കണം. അമലിൻ്റെ കാര്യത്തിൽ നിർത്തുന്നു. മറ്റൊരു സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമാണ്. ഇബ്നു ഉമറും പ്രഗത്ഭരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, വബദാലഹും, വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട്. ഏതാണ് ആയത്ത്? വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ, അവർക്ക് വെളിവാവുകയാണ്, പ്രത്യക്ഷമായി കാണുകയാണ്, അവർ കരുതിയ പോലെയല്ല അവർക്ക് അമലുകളെ കാണാൻ കഴിയുന്നത് എന്ന്. പരലോകത്ത് അവർ വിചാരിച്ച മാതിരി മാല യഹ്തസിബൂൻ, അവർ കണക്ക് കൂട്ടിയ രൂപത്തിലല്ല അമലുകളുടെ ഫലം എന്ന് അവർ കാണുന്നു എന്ന ആയത്ത് സൂറത്തു സുമറിലെ 47-ാമത്തെ വചനം ഓതിക്കൊണ്ട് ഫബക്ക, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഹത്താ കാദത്ത് അദ്ലാഉഹു തഖ്തലിഫു, അദ്ദേഹത്തിൻ്റെ താടിയല്ലുകൾ പരസ്പരം വ്യത്യാസപ്പെടുന്ന അവസ്ഥയിലെത്തുന്ന വിധം അദ്ദേഹത്തിന് അടങ്ങാത്ത പൊട്ടിക്കരച്ചിൽ വന്നു.
കാരണം നമ്മൾ വിചാരിച്ചു പോയ രൂപത്തിലല്ല അമലുകളുടെ ഫലം, ഹിസാബ് എന്ന് അവിടെ കാണും എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്ത കരച്ചിലാണ് ഉണ്ടായത്. എന്താ കാരണം? വഖാല, അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ലൈത അന്നല്ലാഹ തുഖബ്ബിലു മിന്നി മിസ്ഖാല ദർറത്തിൻ, ഒരു അണുവിൻ്റെ തൂക്കമെങ്കിലും എന്നിൽ നിന്ന് എൻ്റെ കർപ്പങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഫഇന്നല്ലാഹ യഖൂലു, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന, അതിസൂക്ഷ്മമായി ചെയ്യുന്ന, അവധാനതയോടുകൂടെ ചെയ്യുന്ന, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചെയ്യുന്ന, അവന് വേണ്ടി മാത്രമുള്ള കർമ്മങ്ങളെ അവനുള്ളതേ അവൻ സ്വീകരിക്കുകയുള്ളൂ, മുത്തഖീങ്ങളുടെ കർമ്മങ്ങളെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞതുപോലെ നമുക്ക് കരച്ചിൽ വരാത്തതിൻ്റെ ഒരു കാരണം, നമ്മൾ വിചാരിക്കുന്നു അമലുകൾ ചെയ്തു കൂട്ടിയാൽ മതി, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഓരോ അമലുകളും ചെയ്തു കൂട്ടുകയാണ് നാം. അതിൻ്റെ ഗുണമേന്മയോ അതിൻ്റെ ഖബൂലിയത്തോ അത് സ്വീകരിക്കപ്പെടുന്നതാണോ എന്നൊന്നും നോക്കാതെ ചെയ്തു കൂട്ടുകയാണ്. കുറച്ചു സമയത്തിനുള്ളിൽ കുറേ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. വിശുദ്ധ ഖുർആൻ പലയാവർത്തി ഓതി പൂർത്തിയാക്കണമെന്നാണ്. അത് എത്ര തവണയാണോ ഓതി പൂർത്തിയാക്കുന്നത് അത്ര കൂലി എന്നാണ്. ആ ഓതുമ്പോഴുള്ള മനസാന്നിധ്യമോ ആ ഓതുമ്പോഴുള്ള ഭംഗിയോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഒന്നും പരിഗണനയിലില്ല. തീർക്കണം. ധാരാളം റക്അത്തുകൾ ചെയ്ത് തീർക്കണം. പെട്ടെന്ന് സുജൂദും റുക്കൂവും ചെയ്ത് ധാരാളം നിസ്കരിക്കണം. ആ നമസ്കാരത്തിൽ വേണ്ട ഖുശൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ, ശ്രദ്ധയുണ്ടോ, പറയുന്നതിനെപ്പറ്റി ബോധമുണ്ടോ, അതൊന്നും പരിഗണനീയമല്ല എന്ന ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ കടന്നതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സ്വീകരിക്കപ്പെടുന്ന വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചു പോയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനാ, നമ്മളൊക്കെ നല്ലതല്ലേ ചെയ്യുന്ന, നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത്, സ്വീകരിക്കപ്പെടുന്ന ഇഹ്സാനായ പരിഗണിക്കപ്പെടുന്ന അമലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പോയവരുടെ കഥയാണല്ലോ നാം ആദ്യം സൂചിപ്പിച്ച ആയത്തിൽ നിന്നും കേട്ടത്. അതിനാൽ അമലുകൾ ചെയ്യുന്നത് ഇഹ്സാനായിരിക്കണം. എന്താണ് ഇഹ്സാൻ? അള്ളാഹു കാണുന്നത് പോലെ അദൃശ്യമായ ഒരു സാന്നിധ്യം നിന്റെ മുമ്പിൽ നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നു. അദൃശ്യനായ പവിത്രമായ ഒരു ശ്രദ്ധ, ഒരു നോട്ടം, റബ്ബിൻ്റെ തിരുനോട്ടം നിന്റെ ഹൃദയത്തിലേക്കൊണ്ട് നിന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു അദൃശ്യ സാന്നിധ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാകണം. തജിദുക തുജാഹക, നിന്റെ മുമ്പിൽ അവനെ കാണും. ആ ഹൃദയ സാന്നിധ്യത്തോടു കൂടെയാകണം. ഉലായിക്കല്ലദീന നതഖബ്ബലു അൻഹും, വിശുദ്ധ ഖുർആൻ പറയുന്നു, അവരിൽ നിന്നാണത് നാം സ്വീകരിക്കുക. അഹ്സന മാ അമിലു, അവർ ചെയ്ത ഏറ്റവും നല്ല കർമ്മങ്ങളെ. വനതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ കൈകളാൽ സംസാരത്താൽ സംഭവിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് പറ്റിപ്പോയ എല്ലാ ദ്രോഹങ്ങളും നാം വിട്ടുപുറത്തു കൊടുക്കും അവനിൽ നിന്ന്. അവൻ്റെ ഏറ്റവും അഹ്സനായ അമൽ നാം സ്വീകരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ലനബുലുവന്നക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ഏറ്റവും ഇഹ്സാനായ അമൽ, അഹ്സനായ ഏറ്റവും മികച്ച രൂപത്തിൽ ചെയ്യുന്ന അമൽ ഏത് എന്നാണ്. അത് പരിശോധിക്കുവാനാണ് നിങ്ങൾക്ക് ഖലഖൽ മൗത വൽ ഹയാത്ത, ഈ ജീവിതവും ഈ മരണവും അതിനിടയിലുള്ള ഈ ജീവിതവും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാവുക നമ്മുടെ അമലുകൾ, അവൻ തൃപ്തിപ്പെടാൻ വേണ്ടിയുള്ളത് മാത്രമാവുക നമ്മുടെ അമൽ. അങ്ങനെ അമൽ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കർമ്മം സ്വീകരിക്കപ്പെടുന്ന, പരലോകത്ത് നമ്മുടെ മുഖം പ്രകാശിതമായി തീരുന്ന,
അമലുകൾ നമ്മിലൂടെ വരാൻ സ്വീകരിക്കപ്പെടുന്ന അമലാകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തുണക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.